ഞങ്ങളിത് പ്ലാന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തെഫ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പരിചരണം ഇതിനെ നോക്കി കൊണ്ടടക്കൽ ഇതൊരു സെൻസിറ്റീവ് മരമാണ് എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഇത് പലരും പറയാറുണ്ട് ഞാൻ വീട്ടിൽ കുറേ കാലം വെച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്നും വളരണ പരിപാടിയല്ലാന്ന്. കാര്യം എന്താ വെച്ചാൽ ആ സെൻസിറ്റീവ് മരമാണെന്നുള്ള നിലക്ക് കൊടുക്കേണ്ട കെയറിങ് അവർ കൊടുക്കാൻ പറ്റണില്ല. പിന്നെ അത് വളർത്തി വലുതാക്കിയിട്ട് കളവ് പോണ വാർത്തകളും അങ്ങനെയാണ് സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഞാൻ സാറിനോട് പരിചയപ്പെടുത്തിയല്ലോ, ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഇത് നടപ്പാക്കുക എന്നുള്ളൊരു ആശയം വരികയും അതിനെക്കുറിച്ച് പഠനം നടത്തി ഞങ്ങൾ അങ്ങനെ സത്യത്തിൽ പ്രാക്ടിക്കലാക്കി ഇവിടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള 2-3 ഫാർമേഴ്സിനെ സാറ് കണ്ടല്ലോ, ഇവരാണ് ഇതിനെ കൃത്യമായി എല്ലാ ദിവസവും, ഞാൻ പോലും സ്ഥിരം ഇവിടെ വരാൻ പറ്റാറില്ല, അവരാണ് സ്ഥിരമായി ഇതിനെ നോക്കുന്നത്. അപ്പോൾ കൃത്യമായി പരിചരണം കിട്ടുമ്പോൾ അത് കൃത്യമായി വളരും എന്നുള്ളതും മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ സാറേ, നമ്മളൊരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് ആയാലും ശരി, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയാലും ശരി, എല്ലാം സാർ തന്നെ പറഞ്ഞല്ലോ, ഒരു നമുക്ക് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു 1/3 എന്തായാലും സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം മാറ്റിയേക്കൊണ്ടല്ലേ. സാധാരണ അതിന് ഞാൻ ഈ ചന്ദന കൃഷി നടത്താൻ വരുമ്പോഴും ഞങ്ങൾ ആദ്യമേ പറയണതാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് കോടികൾ കിട്ടുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു 1/3 നിങ്ങൾ സെക്യൂരിറ്റിക്ക് ചിലവാക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഈ ഒരു ഈ എന്താ പറയുക, ഞാൻ പറയുന്നത് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് കളക്റ്റീവ് കൂട്ടായ്മ, അത് കാരണം ആ ഒരു കോസ്റ്റ് കൺസിഡറബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഫാമേഴ്സിന്റെ കോൺഫിഡൻസ്, വിശ്വാസം, നമ്മളിഞ്ഞൊരു 20 സെന്റിലോ 50 സെന്റിലോ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഒരാളെ എന്തായാലും നോക്കാൻ വേണ്ടേ. ഇതിപ്പോൾ 2.5 ഏക്കറിലാണെങ്കിൽ 2 ആൾ വെച്ചാൽ മതി, ഇനി കൂടി 3 ആളല്ലേ വേണ്ടുള്ളൂ. നൈറ്റിലൊരു 3 ആൾ പെട്രോളിങ്ങിന് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി, അപ്പോൾ ആ 3 ആളെ ലേബർ ചാർജ് ആണ് എന്തായി മതി. ഈ 45 ആൾ 50 ആൾ അല്ലെങ്കിൽ എത്ര ആളാച്ചാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5 സെന്റ് സ്ഥലവും ഇതിന്റെ സർവീസ് ചാർജ് എല്ലാം കൂടി ചെറിയൊരു എമൗണ്ടിലേക്കാണ് വരുന്നുള്ളൂ.